എല്ലാ തരത്തിലുള്ള അവകാശവും ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെട്ടതാണ്. അതതിൻ്റെ പൂർണ്ണതയിൽ കൊടുക്കുവാനായിട്ട് ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ യഥാർത്ഥമായിട്ടുള്ള വസ്തുക്കൾ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വരുന്ന അപജയമാണത്. നിസ്വാർത്ഥമായിട്ട് ജീവിക്കുവാനാണ് നമ്മൾ ലോകത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഗാന്ധിജി മുതലായിട്ടുള്ള എല്ലാ മത നേതാക്കളും നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ. ന്യൂനപക്ഷ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു എന്ന സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? മനുഷ്യ അവകാശം ലംഘിക്കപ്പെടുന്നു. മനുഷ്യൻ എന്ന നിലയിൽ അതിനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നത് വളരെ അതിദയനീയമാണ്. സുജി, അത് തന്നെയാണ് പ്രധാനമായും മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നെന്ന ഒരു അഭിപ്രായം കൂടി ഉയർത്തുകയാണ്. ആ രണ്ട് കന്യാസ്ത്രീകൾക്ക് മലയാളികളായ കന്യാസ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ഒരു അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കുക, അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഛത്തീസ്ഗഡിൽ നിന്നും അതിന്റെ നേർചിത്രങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധം നമ്മൾ തൃശൂരിൽ കാണുന്നു. തൃശൂർ അതിരൂപത ആ പ്രതിഷേധം നയിക്കുകയാണ്. തൃശൂരിൽ നിന്ന് തുടങ്ങിയ ഈ പ്രതിഷേധം അത് കൃത്യമായി കണ്ടില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്നതും ഉറപ്പാണ്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ആ പ്രതിഷേധം ഇപ്പോൾ സംഗമിക്കുകയാണ്. ഒരിടത്ത് സംഗമിച്ച് ഇനിയിപ്പോൾ ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളടക്കം ഉണ്ടാകുമോ? രാഷ്ട്രീയ കക്ഷികളെ ഒന്നും അടുപ്പിക്കാതെയുള്ള ഒരു പ്രതിഷേധമല്ലേ തൃശൂർ അതിരൂപത നടത്തുന്നത്? സുജിയ, അപ്പോൾ തീർച്ചയായും തൃശൂർ കോർപ്പറേഷൻ മുമ്പിൽ എത്തിയിരിക്കുന്നു. തൃശൂരിലെ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ടോണി നീലങ്കാവിൽ തുടങ്ങി തൃശൂർ അതിരൂപതയെ നയിക്കുന്ന പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധ സമരം ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇനി പൊതുസമ്മേളനമാണ്. യാതൊരു തർക്കവുമില്ല, തൃശൂർ അതിരൂപത ഏത് കാലത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധം പൊതുവിഷയങ്ങളിൽ, ന്യൂനപക്ഷ വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ, അതുപോലെ തന്നെ സന്യാസ സമൂഹം വിവിധ സംസ്ഥാനങ്ങളിൽ നേരിടുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ നിലപാടുകൾ ഏത് കാലത്തും തൃശൂർ അതിരൂപത ഉയർത്തിയിട്ടുണ്ട്. ആ പ്രതികരണം, ഏറ്റവും ശക്തമായ പ്രതികരണം സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഉയരുന്നത് തൃശൂർ അതിരൂപതയിൽ നിന്നാണ്. ഏതൊരു കാലത്തും ക്രൈസ്തവ സമൂഹം നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന ഒരു സന്യാസ സമൂഹം, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ പ്രതിഷേധ സമ്മേളനം നടക്കുന്ന തൃശൂരിൽ നിന്നാണ് ബിജെപിക്ക് ലോക്സഭയിലേക്ക് ഒരു എംപിയെ കിട്ടിയിരിക്കുന്നത്. ആ എംപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധം കാണേണ്ടതാണ് എന്നത് തന്നെയല്ലേ ഇപ്പോൾ തൃശൂർ രൂപത വ്യക്തമാക്കുന്നത്. തൃശൂർ അതിരൂപതയുടെ കന്യാസ്ത്രീകളുടെ അന്യായമായ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പരിപാടി ഇതാ തുടങ്ങുകയാണ്. പ്രതിഷേധ സമ്മേളനമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതിഷേധം എന്നതാണ്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലൂടെ സമരം നയിച്ചു വന്ന കന്യാസ്ത്രീകളും അതുപോലെ തന്നെ പിതാക്കന്മാരും വൈദികരും ചേരുന്ന, അൽമായരും ചേരുന്ന വലിയ സമൂഹം ഉറക്കെ വിളിച്ചു പറയുന്നത്. ജയ്സൺ, ഇതൊരു കൃത്യമായ സൂചനയല്ലേ? നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന തീർച്ചയായും തൃശൂരിൽ നിന്ന് ഇത്ര ശക്തമായ പ്രതിഷേധ സമരത്തോട് ആരംഭിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, തൃശൂർ ബിജെപിയുടെ എംപി ആണ്, കേന്ദ്രമന്ത്രി തൃശൂരിൽ നിന്നാണ്. തൃശൂരിൽ ഒരു ബിജെപിയെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അതിശക്തമായ പ്രതിഷേധം ഒരു മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ്, ശക്തമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് സത്യത്തിൽ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലെ പ്രതിഷേധ സമരം. ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിഷയങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുസേവനത്തിന് എല്ലാം പോലും പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തണം. അതിൽ നിന്നകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് തൃശൂർ അതിരൂപത ഇപ്പോൾ പ്രതിഷേധ സമരം. തൃശൂർ കോർപ്പറേഷന് മുൻപിലെത്തിയിരിക്കുന്നു. വേദിയിലിരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, അതുപോലെ തന്നെ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയ അൽമായരും സന്യാസ സമൂഹം മുഴുവൻ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിനാണ് ഇപ്പോൾ തൃശൂർ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. സുജയ, തൃശൂരിലെ സമരം അതൊരു സൂചനയാണ്. സഭ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുറിയിലിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധ യോഗമല്ല. തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധവുമായി നടന്നെത്തി അവർ ആ സമ്മേളനത്തിന്റെ ഭാഗമാകുമ്പോൾ ഈ പ്രതിഷേധ റാലി ന്യൂനപക്ഷ നിയമം സംരക്ഷിക്കുക, അതുപോലെ തന്നെ തങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ അത് ഉറപ്പാക്കി തരിക എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ അതിരൂപതയാണ് ഇറങ്ങുന്നത്. അത് വളരെ പ്രധാനമല്ലേ ജയ്സൺ?
ഇൻഡോറിലെ റാണി മരിയ കൊല ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ. തൃശൂർ അതിരൂപത ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിന് തയ്യാറെടുക്കുമ്പോൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം, സംസ്ഥാനത്തിന് നൽകുന്ന സന്ദേശം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്ന സന്ദേശം, രാജ്യത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതിശക്തമായ ഇടപെടൽ ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകണം, തൃശൂരിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുണ്ടാകണം, തൃശൂരിലെ എംപിയും MLA-മാരുടെ ഭാഗത്തുണ്ടാകണം, കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുണ്ടാകണം. കാരണം തൃശൂരിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിരിക്കുന്നു, തൃശൂരിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരിക്കുന്നു. ഈ സമൂഹം നേരിടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ ഭരണ നേതൃത്വം നേരിടണമെന്ന അതിശക്തമായ ഒരു സന്ദേശം കൂടി നൽകുകയാണ് ഈ പ്രതിഷേധ സമരം. ആത്മായരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ പുരോഹിതരടങ്ങിനെ തുടങ്ങി നൂറുകണക്കിന് പേർ തൃശൂരിലെ പുത്തൻപള്ളിയിൽ നിന്നും പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച പ്രതിഷേധ സമരമാണ് സ്വരാജ് റോഡ് വലം വെച്ചുകൊണ്ട് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിശക്തമായ പ്രതിഷേധം ഉയർത്തുക, തിരുത്തൽ ആവശ്യപ്പെടുക എന്നത് തന്നെയാണ് ഏത് കാലത്തും പൊതുസമൂഹം നേരിടുന്ന, ക്രൈസ്തവ സമൂഹം നേരിടുന്ന, ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം ശക്തമായ പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് തൃശൂർ അതിരൂപത. അതുകൊണ്ട് തന്നെ തൃശൂർ അതിരൂപത അതിശക്തമായ പ്രതിഷേധമായി ഏത് കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. ഇത് ഇവിടെ അവസാനിക്കുന്നതിന്റെ തുടക്കം മാത്രമാണ്. സംസ്ഥാനത്തെ മുഴുവൻ പൊതുസമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും നൽകുന്ന സന്ദേശം, നിങ്ങൾ തെരുവിലിറങ്ങണം, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി, ന്യൂനപക്ഷ